ഓൻ എന്തുകൊണ്ടാ ഫെയിമായ ഓന്റെ സാമാനം കാണിച്ചോണ്ടാ അങ്ങനെ അല്ല ഇപ്പൊ ഞാനിപ്പോ നിങ്ങൾ കാണുമ്പോൾ ഞാൻ മനിയായിട്ട് ഡ്രസ് അയ്യോ അടിപൊളിയാണ് സാരി. ഇത് ഹറാമാണ്. സാരി ഇസ്ലാമിക യോജിക്കില്ല. നീ ഏത് നാട്ടിൽ നിന്ന് വന്നേന്ന്? ഇല്ല പിന്നെ തലയിൽ ചന്തിക്കാരും ഷോള് നമ്മള് തലയെ മാത്രമാണോ ഇടുന്നത്? നിർബന്ധമായിട്ട് ഫുള്ള് കവർ ഈ അടുത്ത കാലത്ത് യപ്പാന്ന് കാസർഗോഡ് സ്ലാങ്ങിലുള്ള പാട്ട് പുറത്തിറക്കിയിട്ട് എയറിലായ രണ്ടുപേരെ പലരും അറിയുന്നുണ്ടാകും. ഭയങ്കര ട്രോളായിരുന്നു അവരുടെ പാട്ട്. നമ്മുടെ സാക്ഷാൽ തൊപ്പി അടക്കം ആ പാട്ട് ഇറക്കിയതിനെ കൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ആ പാട്ടിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്കായി ഈ പാട്ടിന്റെ ഒരു ട്രോൾ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്തിനാ അതിനുശേഷം ഈ പാട്ട് ഇറക്കിയവരും അതിൽ അഭിനയിച്ച പെണ്ണും ഒരു 2 ദിവസം മുന്നേ ഫൺ വിത്ത് സ്റ്റാർസ് എന്ന് പറഞ്ഞൊരു ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ അവർ മതത്തെ അവഹേളിക്കുന്ന രീതിയിൽ മറ്റു പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനെ കുറിച്ചും കൂടി സംസാരിക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് ഈ പാട്ടിന്റെ ട്രോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് വിഷയത്തിലേക്ക് വരാം. പിന്നെ കവിതയുടെ മട്ടുമാറി ഇതെന്താ ആടിനുണ്ടായത്? ഒന്നുമില്ല, ഇത് പാട്ടല്ല, ഇതിന്റെ പേര് വേറെയാ. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയണേ. ഔക്കർച്ചാന്റെ മോളെ പാത്തോല്ലത് എന്ത് ചെയ്യലോളെ കാണാന് എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്നത് തെങ്ങ് നടന്നു വരുന്നു. ഓക്കെ, അതാണ് ഇത് കണ്ടപ്പോൾ തന്നെ ഏകദേശം എനിക്ക് പിടുത്തം കിട്ടി കാണുമല്ലോ എന്തുകൊണ്ടാണ് ഈ പാട്ടിന് എത്രത്തോളം ട്രോൾ വന്നത് എന്നുള്ളത്. മാരക വരികളും കമ്പോസിംഗ് ആണ് അല്ലെ, ഏറെ കയറിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്തായാലും ഈ പാട്ട് കണ്ട പല കാസർകോട്ടുകാരും പറയുന്നത് ഇവൻ കാസർകോട്ടുകാരെ പറയിപ്പിച്ചു എന്നുള്ളതാണ്. ആ ലെവലിലാണ് സംഭവം എടുത്തു വെച്ചേക്കുന്നത്. എന്തായാലും ഈ പാട്ട് കാരണം ഈ പാട്ട് ഇറക്കിയവന് നല്ല രീതിയിൽ പേര് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടെ തൊപ്പിയും മെയിനായിട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. തൊപ്പി പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. സൗണ്ട് എന്താ ഇങ്ങനെ അണ്ണാന്റെ സൗണ്ട് പോലെ? ഇതെന്താ ഇത്? ഇതാരാണ്? സിനു കാസർഗോഡല്ല റാപ്പറാൻ അറിയേ? സിനു കാസർഗോഡ് ഞാൻ ഒരു കാര്യം പറയാം, ഡിമോട്ടിവേറ്റ് ചെയ്യുന്നതല്ല. നീ എന്തെങ്കിലും പണിക്ക് പോയിക്കോ, ഞാൻ കാര്യം പറയില്ല. ഇത് നിനക്ക് പറ്റിയ പണിയല്ല. എന്താ ആക്കി വെച്ചിട്ട് നീ? അല്ല, അങ്ങനെ ഒരാൾ അവഹേളിക്കരുത് തൊപ്പിക്കാക്ക. സംഭവം എന്റെ കയ്യിൽ നിന്ന് പോയതാണ്. അതിന് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഒരു മയത്തിലൊക്കെ പറയണ്ടേ? ഇത് നിനക്ക് പറ്റിയ പണിയല്ല, നിന്റെ സൗണ്ട് എന്താ അണ്ണാന്റെ സൗണ്ട് പോരാണെന്നൊക്കെ പറയാന്ന് പറഞ്ഞു. ഒരുമാതിരി അവനെ അടച്ചാക്ഷേപിക്കുന്ന പോലെ പോയത്. എന്തായാലും ഇതിനെല്ലാം ശേഷം ഇവനൊരു ഇന്റർവ്യൂവിൽ വന്നിരുന്നു. തൊപ്പിക്ക് ഒരു മറുപടി കൊടുക്കുന്നുണ്ട് ഏത് പാട്ട് ഇറക്കിയവന്. അതൊന്ന് കേട്ടോക്കാം. നീ പറഞ്ഞു എന്നെ ഹെയ്റ്റ് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടാ എന്നെ ഹെയ്റ്റ് ചെയ്യുന്നത്? ഞാനൊരു പാട്ട് ഇറക്കിയുണ്ടോ? ഓൻ എന്തുകൊണ്ടാ ഫെയിമായ ഓന്റെ സാമാനം കാണിച്ചോണ്ടാ? അങ്ങനെ ഞാൻ പറയുള്ളൂ, ഞാൻ അങ്ങനെ പറയുള്ളൂ. ഓന്റെ ഫസ്റ്റത്തെ വീഡിയോസ് ഓന്റെ വീഡിയോസും ഫസ്റ്റ് മുതൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ട പെമ്പിള്ളേർ ആൺപിള്ളേർ തന്തയ്ക്ക് വിളിക്കുക, അല്ലെങ്കിൽ നാട്ടുകാരെ മൊത്തം ഊമ്പയാ, എന്നിട്ട് അവനാണ് പൈസ ഉണ്ടാക്കുക, എന്നിട്ട് ഫുള്ള് സെറ്റ് ആയിട്ടാകുമ്പോ അതിന്റെ ശേഷം ഓന് മാനിയന് ഞങ്ങളാരാ മനസ്സിലായി, ഞങ്ങളെ മറ്റതുമായി. അല്ലേ, അവൻ പറഞ്ഞത് ശരിയൊക്കെ തന്നെയാണ്. തൊപ്പി എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ ഒരു മാന്യത വേണം അല്ലേ. ഇതൊരുമാതിരി പച്ചക്ക് വന്നിരുന്ന് കഴിഞ്ഞിട്ട് ഓൻ എങ്ങനെയാ ഫെയിം ആയത്? ഓൻ മറ്റേത് കാണിച്ചിട്ടല്ലേ ഫെയിം ആയെന്ന് പറയുന്നത്? എങ്ങനെയാ തോന്നുന്ന ഇഷ്ടം? ഇതെന്തോ വലിയ മാസാണെന്നാണ് ഇവന്റെ വിചാരം. അല്ല, 2 പെൺകുട്ടികളുടെ അടുത്ത് വന്നിരുന്ന് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇവൻ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, ഇതൊക്കെ ചെറുത് കേട്ടോ, ഇനി വലുത് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് എന്തായാലും ഇനി ഇന്റർവ്യൂവിന്റെ ബാക്കി ഭാഗങ്ങളൊന്ന് കേട്ടോ. നാട്ടില് എങ്ങനെയുണ്ടായിരുന്നു റിയാക്ഷൻ ഈ സോങ്ങിലൊക്കെ? നീ വഴക്കൊക്കെ നാട്ടില് ഞാൻ സോങ്ങിന്റെ ആവശ്യമില്ല. നോർമലി ഇവളിപ്പോ പറഞ്ഞിട്ടൊന്നുമല്ല, നോർമലി പുറത്തൊന്നും പോകാറ്. മുമ്പ് ഫസ്റ്റ് ഇതിലേക്ക് ഇറങ്ങിയപ്പാട് ഇറങ്ങിയ ആ ഒരു സമയം ഫസ്റ്റ് സമയത്ത് നാട്ടുകാർക്കെല്ലോ കുറച്ച് ചൊറച്ചിലെല്ലാം ഉണ്ടായി. പറഞ്ഞിരുന്നോ? നിർബന്ധമുണ്ടോ? ഒന്നുമില്ല, ഇസ്ലാമിലത് മറയാണ്. ഇസ്ലാമിന്റെ അതല്ല പറഞ്ഞത്. നാട്ടില് മുസ്ലിംസിന് അങ്ങനെ നടക്കണം അങ്ങനൊന്നുമില്ല, അതൊരാളെ ചോയ്സ്. ഇസ്ലാമിലുണ്ട്, അത് ഞാൻ പറയുന്നില്ല, നമുക്ക് പറയാനില്ല. എന്താ പറയാ, മറ വേണം. ശരി, നാട്ടിലെ കാര്യം ചോദിക്കുമ്പോൾ നാട്ടിലെ വർത്താനം പറഞ്ഞാൽ പോരെ? ഇതിനാണ് ഇസ്ലാമിന്റെ കാര്യം ഇടയിൽ കൂടെ വന്ന് പറയാൻ നിൽക്കുന്നത്. ഇവിടെ അവതാരിക ചോദിച്ച ചോദ്യം എന്ത്, ഇവൻ പറഞ്ഞ മറുപടി എന്ത്? അവതാരിക ചോദിച്ച ചോദ്യം എന്താണ്? ഈ പാട്ടിറക്കി അത്യാവശ്യം ട്രോളൊക്കെ കിട്ടിയില്ല. അപ്പൊ നാട്ടിൽ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാറുണ്ടോ, ആൾക്കാർ കളിയാക്കാറുണ്ടോ എന്നുള്ള രീതിയിലാണ് അവതാരിക ചോദിച്ചത് അല്ലേ.
വസ്ത്രധാരണമായിട്ട് ഒരു കുലബന്ധം ഇല്ലാത്ത ചോദ്യമാണത്. അതിൽ ഇവൻ കൊടുത്ത മറുപടി എന്താണ്? ഇവള് നാട്ടിൽ പറഞ്ഞു നിട്ട് നടക്കാറില്ല എന്ന്. അവതാരക ചോദിച്ചത് എന്ത്, ഇവൻ പറഞ്ഞ മറുപടി എന്ത്? വല്ലാത്തൊരു മനുഷ്യൻ തന്നെ കേട്ടോ. തക്കാന്ന് ചോദിക്കുമ്പോൾ അവൻ മാങ്ങാന്നാ പറയുന്നത്. ഇങ്ങനെ തലയിൽ ബാൻഡ് വലിച്ചു കിട്ടി കൂളിംഗ് ഗ്ലാസും വെച്ച് വന്ന് കുത്തിരുന്ന് കഴിഞ്ഞിട്ട് മണ്ടത്തരം വിളിച്ചു പറയാനും വേണം റേഞ്ച് അല്ലേ. എന്തായാലും ഇവൻ ഇങ്ങനെയൊക്കെ ആധികാരികമായി മണ്ടത്തരം വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ കൂടിയും കൂടെയുള്ള പെണ്ണ് നൈസായിട്ട് കവറപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ടല്ലേ. ഇവനെനിക്ക് ഈ പറഞ്ഞതിന്റെ കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് അവളെ എടുക്കുക ഇങ്ങനെ കയ്യിലടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പുറത്തിറങ്ങുമ്പോൾ ആദ്യം നാട്ടുകാർക്ക് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ പൊട്ടം വീണ്ടും വീണ്ടും അത് കേൾക്കാണ്ട് പർദ്ദയിലേക്ക് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാണ് വിഷയം. എന്ത് പറയാനാണ് ഇതിനൊക്കെ? എന്തായാലും അവതാരിയുടെ ഇത്തരത്തിലുള്ള ചോദ്യത്തിനുള്ള ഇവന്റെ ഈ മറുപടിയോട് കൂടി ഇന്റർവ്യൂവിന്റെ റേഞ്ച് തന്നെ മാറിപ്പോയി കേട്ടോ. പിന്നെ ഫുള്ളും ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്റർവ്യൂ വരുന്നത്. അവതാരകയുടെ ഈ ചോദ്യത്തിലുള്ള ഇവന്റെ ഒരു ഒറ്റ മറുപടിയിലാണ് ഈ ഇന്റർവ്യൂ ഡിവേർട്ട് ആയി പോയത്. എന്തായാലും ഇവർ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞ സ്ഥിതിക്ക് അവതാരിക അവൾക്കുണ്ടായ ഒരു അനുഭവം തുറന്ന് പറയുന്നുണ്ട്. അന്ന് കേട്ടോക്കാം. ഞാൻ ഒരിക്കൽ റീലിട്ട് തലയിൽ കൂടെ തട്ട വിട്ടിട്ട് എന്റെ തട്ട വിട്ടതായിരുന്നു പ്രശ്നം. പുള്ളി അവര് നോക്കുന്ന ഡ്രസ്സ്, ഞാൻ മുസ്ലിം അല്ല, ഡ്രസ്സായിരുന്നു പ്രശ്നം അവർക്ക്. നോർമലി ഇപ്പൊ വീഡിയോസ് ഇടുമ്പോ തട്ടില്ല, അപ്പൊ ആ ഒരു മൈൻഡിൽ വിട്ട് ഇത് തട്ട് വിട്ടിട്ട് ബാക്കിയുള്ളതെല്ലാം കാണുമ്പോ നമ്മള് മുസ്ലിം, നമ്മൾ അത് ഉദ്ദേശിച്ചു തലയിൽ കൂടെ ജസ്റ്റ് ഒരു ഷോൾ ഇട്ടു. പക്ഷെ കമന്റ്സ് വന്നൊക്കെ നിങ്ങളുടെ ഏരിയയിലുള്ളവർ അങ്ങോട്ടായിരുന്നു എന്തോ ഈമാനുള്ള ഞാൻ വെച്ചെന്താ നല്ലത് പറയുന്നത് തന്നെ. അത് ശരി. അതിന്റെ ഇടയിൽ കൂടെ കാസർകോട്ടാർക്കിട്ട് ഒരു കുട്ടിയില്ല അവതാരിക. എന്നെ അന്ന് ചീത്ത പറയാൻ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് നിങ്ങളുടെ നാട്ടുകാരാണ്, അതായത് കാസർകോട്ടാരാണെന്നുള്ള രീതിയിൽ. അവിടെയും കാസർകോട്ടാർക്കിട്ട് കുട്ടി എന്തോ ആവട്ടെ. എന്തായാലും ഒരു തട്ടിട്ട് റീഡ് ചെയ്തതിന്റെ പേരിൽ ഈ പെൺകുട്ടിയിൽ ഇങ്ങനെയൊക്കെ ചീത്ത വിളിക്കണം എന്നുണ്ടെങ്കിൽ ആ വിളിച്ചവന്മാർക്ക് ബോധില്ല എന്ന് ഞാൻ പറയൂ. പറയുമ്പോ ഈ പെൺകുട്ടി ഒരു മുസ്ലിം കൂടിയല്ല. അങ്ങനെയുള്ള ഒരാൾ തട്ടിട്ട് റീൽ ചെയ്തതിനാണ് ഇത്ര വലിയ സംഭവമാക്കുന്നത്. എന്താ ഞാൻ ഇതിനൊക്കെ പറയാം? അവരെ തട്ടിട്ട് എന്തോ കാണിച്ചു കൂട്ടുന്നു, അന്ന് വിചാരിച്ചങ്ങ് ഒഴിവാക്കി വിടാവുന്ന സംഭവം ഉള്ളതൊക്കെ. എന്തായാലും തട്ടിട്ട് റീൽ ചെയ്തതിന്റെ പേരിൽ ഈ പെൺകുട്ടിയെ തെറി പറഞ്ഞതൊക്കെ കുറച്ച് കടന്ന കൈയായി പോയെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്തായാലും ഇന്റർവ്യൂ ഇങ്ങനെ നീണ്ടുപോയി. പിന്നെ ഇവര് റിലേഷൻഷിപ്പ് ടോക്സ് ഒക്കെ വന്നു. അതുമായി ബന്ധപ്പെട്ട് ഇവര് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് കേട്ടോക്കാം. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടോ, ഒരാളെ സിൻസിയറായി ലവ് ചെയ്യുന്നുണ്ട്, മതം മാറണം, മുസ്ലിമിനാണ് ലവ് ചെയ്യുന്നുണ്ട്, മാറും? ഞാനൊരു കാര്യം ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമല്ലേ. ഞാൻ എന്റെ ലൈഫിൽ ഞാൻ മുസ്ലിംസിനെ നോക്കത്തില്ല എന്നൊരു ഇതെടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇല്ല, എന്റെ ഒപ്പീനിയൻ ഉണ്ട്. ഇത് എത്ര പൊങ്കാല വരും എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാനൊരു ഹിന്ദു ആണ്. അപ്പം ഞാൻ കാസ്റ്റിനെ ഒരിക്കലും ഇതായിട്ട് പറയുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിൽ പണ്ട് ഞാൻ പറയാം കാസ്റ്റ് നോക്കി കെട്ടത്തില്ല. പക്ഷെ ഒരു മുസ്ലിം ഫാമിലി, ഞാൻ ഒരു മോഡലിംഗ് അങ്ങനത്തെ ഒരു ഇതിൽ പോകുന്നു. അപ്പം ഡ്രസ്സിങ് ഒരു മുസ്ലിം ഫാമിലി കയറി പോകുന്ന സമയത്ത് തലയിൽ ഷോൾ ഇടണം, എന്റേതായിട്ടുള്ള രീതി മാറ്റണം. ഇപ്പം കെട്ടുന്ന ആൾക്ക് അത് കുഴപ്പമില്ല, എന്റേതായിട്ടുള്ള രീതി നിൽക്കാൻ പറയാൻ ഞാൻ മുസ്ലിംസിനെ കല്യാണം കഴിക്കാം, നോട്ട് ദ പോയിന്റ്. അത് ഞാൻ കെട്ടും. പക്ഷേ എങ്ങനെയെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് പിരിയാൻ പറ്റാത്ത അവസ്ഥ മുസ്ലിമാണ്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ മതം മാറുന്നതല്ല. ഓക്കെ, പേരൊക്കെ എന്റെ പേര് തന്നെ അശ്വതി എന്നൊക്കെ തന്നെ ഇരിക്കത്തുള്ളൂ. പക്ഷെ ഈ പർദ്ദ ഇടുന്ന സംഭവം എനിക്ക് പറ്റത്തില്ല. അവതാരിക അവളുടെ ഒരു നിലപാടും കാഴ്ചപ്പാടും പറഞ്ഞു അല്ലേ. എനിക്കിങ്ങനെ വസ്ത്രങ്ങൾ പൊതിച്ചു മൂടി നടക്കുന്നതിനോട് താല്പര്യമില്ല. അത്യാവശ്യം എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാനാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം പയ്യനെ പ്രേമിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. ഓരോരുത്തർക്കും വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഓരോരോ താല്പര്യങ്ങളല്ലേ. ഐ റെസ്പെക്ട് ദാറ്റ്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മൾ അതിനെ മാനിക്കണം അല്ലേ. പിന്നെ അവതാരികയോട് പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല എല്ലാ മുസ്ലിംസിൽ തന്നെ നല്ല രീതിയിൽ മോഡേൺ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവരുമുണ്ട്. പിന്നെ അവതാരിക്ക് ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു മുസ്ലിം ആണെങ്കിൽ അവർ അന്യ മതത്തിൽ ഒരു പെണ്ണിനെ നോക്കുക പോലും ചെയ്യില്ല. അത് വേറെ കാര്യം. മുസ്ലിംസിൽ തന്നെ പല രീതിയിലും ജീവിക്കുന്നവരുണ്ട്. മതത്തെ ഗാഢമായി ഫോളോ ചെയ്യുന്നവരുണ്ട്, മോഡറേറ്റ് ആയി ഫോളോ ചെയ്യുന്നവരുണ്ട്, മീഡിയ ലെവലിൽ ഫോളോ ചെയ്യുന്നവരുണ്ട്. പിന്നെ മത നിയമങ്ങളെ തീരെ മൈൻഡ് ചെയ്യാണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾക്കും ചുറ്റുപാടുകൾക്കും അനുസരിച്ചിരിക്കും. അതല്ലാതെ എല്ലാ മുസ്ലിംസും ഒരുപോലെയല്ല. ഒന്നും വേണ്ട, ഈ ഹിന്ദുസിൽ തന്നെ ഇല്ലേ ഈ സ്ലീവ്ലെസ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ, ചെറുതായിട്ട് പോലും വസ്ത്രം എക്സ്പോസ്ഡ് ചെയ്യരുതെന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ. അത്തരത്തിലുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളെ പ്രേമിച്ച് കെട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അതേ അവസ്ഥ തന്നെയായിരിക്കും ഇവിടെയും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ മുസ്ലിംസും ഒരുപോലെയല്ല. നിങ്ങൾ വന്നു കയറുന്ന കുടുംബം പോലെ ഇരിക്കും. നിങ്ങളുടെ വ്യക്തി താല്പര്യങ്ങളെ മാനിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ അത് ഏത് മതമാണെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാവില്ല. അതല്ലാത്ത കുടുംബമാണെങ്കിൽ അത് ഏത് മതമാണെങ്കിലും പ്രശ്നം തന്നെയായിരിക്കും. ഞാൻ സന്ദർഭോചിതമായി പറഞ്ഞതേ ഉള്ളൂ. ബാക്കി കേട്ടോക്കാം. ഈ ഷോൾ എന്തിനാ എപ്പോഴും തലയിൽ പിടിച്ച്? കംഫർട്ട് അല്ലേ? സംഭവം തലയിൽ ഷോൾ ഇടൽ കുറവാണ്. പിന്നെ തലയിൽ ചന്തി കാര്യങ്ങൾ ഷോള് നമ്മള് തലയെ മാത്രമാണോ ഇടുന്നത്? ഷോള് ഇങ്ങനെ ഇടൂല, നമ്മ ഇങ്ങനെ ഇടൂല. പക്ഷെ ഇതിലൊന്നും നിർബന്ധമുണ്ടോ? ഇങ്ങനെ നിർബന്ധമുണ്ട്. നിർബന്ധമായിട്ട് ഫുള്ള് കവർ ചെയ്യണല്ലോ. ഇവരെന്താ ഈ പറയണത്? ഇതെന്തോ വലിയ കോമഡി ആണെന്നാണ് വലിയ വിചാരം. പറഞ്ഞ വാക്ക് കേട്ടില്ലേ? തട്ടൻ തലയിലല്ലാണ്ട് പിന്നെ ചന്തിയിലാണ് ഇടണമെന്നൊക്കെ. ഇവരെങ്ങനെയാണ് ഇതൊക്കെ ഒരു ഇന്റർവ്യൂ വന്നിരുന്ന് പറയാൻ കഴിയുന്നത്? വായന വരുന്ന മൊത്തം ഇങ്ങനത്തെ വേർഡ്സ് ആണല്ലേ. എന്ത് പറയാനാണ് ഇവനൊക്കെ? ഇവനൊക്കെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്തവരെ പറഞ്ഞാൽ മതിയല്ലോ. ബാക്കി പറഞ്ഞിട്ട് എന്തായാലും ചുമ്മാ കെട്ടുന്നവരും ഉണ്ട്. പിന്നെ ഇങ്ങനെ ഷോൾ എടുക്ക് മാത്രം അങ്ങനെ ഷോള് ഞാൻ ഇടലുണ്ട്. തലക്ക് ഇങ്ങനെ ഇടുന്ന ഇത് മുടി ഹൈഡ് ചെയ്യണമെന്നല്ലേ ഉദ്ദേശിക്കുന്നത്? ഉള്ള മുടി കവർ ചെയ്യണം ഇസ്ലാമികമായിട്ട്. പിന്നെ നമുക്ക് പക്ഷെ അവിടെ മുടി ഉണ്ടല്ലോ, ഉണ്ടല്ലോ അവിടെ മുടി ഉണ്ടല്ലോ. അപ്പൊ ഇത് ഇടാതെ എപ്പോഴെങ്കിലും പുറത്തു പോയിട്ടുണ്ടോ തലയില്? ഷോള് ഇടാതെ ചെയ്യലുണ്ട്. ഹിന്ദു ബ്രൈഡൽ
മേക്കപ്പ് എല്ലാം ചെയ്യാറുണ്ട്. അതിനാണ് കൂടുതൽ ഇതും കിട്ടല്, തെറിയും കിട്ടല്. തെറിയും കിട്ടില്ല. അപ്പം ചേച്ചിക്ക് ഇത് അവര് പറയുന്നത് പറഞ്ഞാല് പൊട്ടിട്ടെങ്കിൽ ഇസ്ലാം ഫുള്ള് പുറത്തു പോയി ഹിന്ദു ആയി. ഒരു പൊട്ടിടുമ്പോ എങ്ങനെ അത് മുസ്ലിം ഫുള്ളും പോയിട്ട് ഇപ്പൊ നീ ഷോൾ വന്നിട്ട് അപ്പൊ നീ മുസ്ലിം ആയ ഹിന്ദു പുറത്തു പോയി. അതങ്ങനെ ഇല്ല. നമുക്കൊരു നീയത്തുണ്ട് നമ്മളെ മനസ്സിൽ വെച്ചിട്ടുണ്ടോ അങ്ങനെ? ഹിന്ദു ബ്രൈഡ് ഇത് ചെയ്യലുണ്ട്, മേക്കപ്പ് ചെയ്യലുണ്ട്. ഓ അങ്ങനെയൊക്കെ പറയുന്ന അമ്മമാരോട് പോയി പണി വെക്കാൻ പറയണോ? പിന്നെ ഒരു പൊട്ടു തൊടുമ്പത്തിലേക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയല്ലേ. അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിക്ക് എന്തോരം സിനിമകളിൽ ചന്ദനക്കൂറിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്ന് കരുതി മമ്മൂട്ടി മുസ്ലിം അല്ലാണ്ട് ആവുന്നുണ്ടോ? ആരെങ്കിലും പറയുന്നുണ്ടോ മമ്മൂട്ടി മുസ്ലിം അല്ലാന്ന്? അതൊക്കെ അവരവരുടെ പ്രൊഫഷന്റെ ഭാഗമായി ചെയ്യുന്ന കാര്യമായി കണ്ടാൽ മതി. അങ്ങനെ കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ചുമ്മാ കുറെ ബോധം ഇവരില്ലാണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചൊറയാൻ നിൽക്കുന്ന കുറെ ഉണ്ടല്ലോ. അവന്മാരുടെ ചൊറച്ചിലായി ഇതിനെ കണ്ടാൽ മതി. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. അല്ല ഇപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ ഞാൻ മനിയായിട്ട് ഡ്രസ് അയ്യോ അടിപൊളിയാണ് സാരി. ഇത് ഹറാമാണ്. സാരി ഇസ്ലാമിക യോജിക്കില്ല. നീ ഏത് നാട്ടിൽ നിന്ന് വന്നേന്ന്? എന്തോന്നാണ് ഇതൊക്കെ പുതിയ അറിവാണല്ലോ. സാരി ഇസ്ലാമിലെ ഹറാമാണെന്നൊക്കെ ഇവരോടുന്ന അതൊക്കെ പഠിച്ചത്. എന്തോ ആധികാരികമായിട്ടും കൂടെ തട്ടി വിടന്നല്ലേ. കൂളിംഗ് ഗ്ലാസും റബ്ബർ ബാൻഡും വലിച്ചു കയറ്റി കഴിഞ്ഞിട്ട് വന്നിരുന്ന് പറയാണ് ഇസ്ലാമില് സാരി ഹറാമാന്നൊക്കെ. ഇസ്ലാമിൽ ഒന്നേ പറയുന്നുള്ളൂ, ശരീരം മുഴുവനും അറിയുന്ന വസ്ത്രം ധരിക്കണം. അത് നിങ്ങൾക്ക് എന്തും ധരിക്കാം. സാരി ആയാലും ചുരിദാർ ആയാലും വർദ്ധായാലും. അതല്ലാണ്ട് ഇന്ന വസ്ത്രം മാത്രമേ ധരിക്കാവുന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അറിയൂലെങ്കിലും മിണ്ടാതിരുന്നാ പോരെ. എന്തിനാണ് ഇങ്ങനെ മണ്ടത്തിനെ വിളിച്ചു പറഞ്ഞ് വീണ്ടും മണ്ടനാവാൻ നിൽക്കുന്നത്? ഇതിപ്പോ ഇവനെ ഇറക്കിയ പാട്ടിലൂടെ ഇവൻ കാസർകോട്ടുകാർക്ക് മാത്രമേ അപമാനം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. ഇതിപ്പോ ഇന്റർവ്യൂ നൽകിയതോടുകൂടി ഇവനെ മതത്തിലുള്ളവരെയും കൂടി ഇവനെ അപമാനിച്ചു വെച്ചു. ഇങ്ങനെ ഒരു ചെങ്ങായി ഇഷ്ടം. എന്താണ് ഈ ഇന്റർവ്യൂവിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.